ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഇപ്പോൾ അടൂർ പ്രകാശിൻ്റെ ഒരു ചിത്രം കണ്ടു എന്നുള്ളത് കൊണ്ട് അടൂർ പ്രകാശ് ഇതിനകത്തൊന്നും മാറി നിൽക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ SIT എന്നെ വിളിച്ചാൽ കൃത്യമായുള്ള കാര്യങ്ങൾ ഞാനവിടെ പറയും. അല്ലല്ല, ഞാൻ അങ്ങനെ ഉത്തരം ഞാൻ പറഞ്ഞില്ല. നിങ്ങളത് വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട. ഇല്ല, ഞാൻ ഒന്ന് പറയട്ടെ. ഇദ്ദേഹത്തിന് ഈ റിപ്പോർട്ടർ ചാനലിന് ഒരു ഇച്ചിരി കുഴപ്പമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് ആദ്യം പറയട്ടെ, സോണിയാഗാന്ധിയെ എന്തിനു കണ്ടു എന്ന് എന്നോടിപ്പോൾ ആരും ചോദിച്ചു. ഞാനല്ലല്ലോ പറയേണ്ടത്, അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെട്ടതിന് ശേഷം അയാൾ ഇവിടെ ശബരിമലയിൽ അന്നദാനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ എത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനവിടെ പോയി ഉദ്ഘാടനം നടത്തി ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷമാണ് അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാനില്ല അത് നിങ്ങൾ അന്വേഷിക്കണം. അല്ലല്ല, ഞാൻ ഒരു കാരണവശാലും അടൂർ പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് പോയി എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സോണിയാഗാന്ധിയോടൊപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല, പ്ലാൻ ചെയ്തൊന്നുമല്ല. ഇയാൾ അവിടെ വന്നിട്ടാണ് എന്നെ ഫോൺ ചെയ്തു എന്നോട് പറഞ്ഞു ഇങ്ങനെ നാളെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ MP എന്നുള്ള നിലയിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതാണ്. അതെ. ചോദ്യം, ഇപ്പോൾ സോണിയാഗാന്ധിയെ പോലെ രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷയുള്ള ഒരാളുടെ അടുത്ത് ഈ സ്ഥലം MP പോലും അറിയാതെ അവർ പെർമിഷൻ എടുക്കുന്നു, പിന്നീടാണ് താങ്കളെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ വരുന്നു, എത്രയോ ആളുകൾ അവരുടെ അപ്പോയിൻമെൻറ്റ് വാങ്ങി ഓരോ ദിവസവും സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. സോണിയാഗാന്ധിയെ കാണുകയും സോണിയാഗാന്ധിയുടെ മുമ്പിൽ പോയി അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന അല്ല, ഇത് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അതിന് മുമ്പ് കയറി വെടിവെക്കാതിരി അതിന് മുമ്പ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി. പക്ഷേ അന്ന് എനിക്കറിയില്ല ഇയാൾ ഈ കാട്ടുകൊള്ളക്കാരനാണെന്നോ കൊള്ള സംഘത്തിൻ്റെ തലവനാണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ പോയത്. ഇന്നിപ്പോൾ വിളിച്ചാൽ ഞാൻ ഒരിക്കലും പോയില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെൻറ്റ് അംഗമാണ്. അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക.